എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഹിന്ദിയിൽ വളരെ പ്രയോജനമുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങാം. നമ്മുടെ ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് എനിക്കറിയാം. എങ്ങനെ പറയാം ഹിന്ദിയിൽ? എനിക്കറിയാം. മുझे पता है. മുझे पता है. എനിക്കറിയാമെന്നുള്ളതിന് മേ ജാൻതാ ഹൂ എന്നല്ലേ? മേ ജാൻതാ ഹൂ. അതെ, അങ്ങനെ പറയാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഹിന്ദിക്കാർ ഉപയോഗിക്കുന്നത് എന്താണെന്നറിയോ? മുझे पता है. എടാ നിനക്ക് അവനറിയോ? മുझे पता है. മുझे पता है. ഇനി അടുത്താണ് എനിക്കറിയില്ല. നിനക്ക് അവളറിയോ? എനിക്കറിയില്ല എന്ന് വേണം. എന്താ പറയാ? മുझे नहीं पता. മുझे नहीं पता. മുझे नहीं पता. അങ്ങനെ പറഞ്ഞു നോക്കൂ, പെട്ടെന്ന് മനസ്സിലാവും. മുझे नहीं पता. നിനക്കിതറിയോ? മുझे नहीं पता. നിനക്കതറിയോ? മുझे नहीं पता. അല്ല, അറിയാവുന്നത് മുझे नहीं पता എന്ന് പറയരുത്. അറിയാമെങ്കിൽ ഇത് വേണം മുझे पता है. അറിയില്ലെങ്കിലോ മുझे नहीं पता. മുझे नहीं पता. ഇനി അടുത്തതാണ് ഞാൻ വഴിയിലാണ് എന്ന് പറയണം. എടാ നീ എവിടെ? ഞാൻ വഴിയിലാണ്. ഞാൻ വഴിയിലാണ് എന്ന് പറയാം. മേ രാസ്തേ മേ ഹൂം. മേ രാസ്തേ മേ ഹൂം. ഞാൻ വഴിയിലാണ്. മേ രാസ്തേ മേ ഹൂം. ഓക്കെ. ഇനി അടുത്തതാണ് ഇത് വില കൂടിയതാണെന്ന് പറയണം. എന്തെങ്കിലും ഒരു സാധനം എടുത്തു എന്ന് പറയണം. ഇത് വില കൂടിയതാണ് എന്ന് പറയാം. യേ മേങ്ങ ഹേ. യേ മേങ്ങ ഹേ. മേങ്ങ മേങ്ങ. എന്തെല്ലാം വേർഡ് വരുന്നില്ലേ? യേ മേങ്ങ ഹേ. എങ്ങനെ പറയാം? യേ മേങ്ങ ഹേ. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ പറഞ്ഞാൽ മതി. വീട്ടിൽ ആരെങ്കിലും പറയാം ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവില്ല അല്ലേ? എന്തെങ്കിലും സാധനം എടുക്കുക, എന്നിട്ട് പറയാം ഹസ്ബൻഡിനോടോ വൈഫിനോടോ കുട്ടികളോടോ പറയല്ലേ, വെറുതെ പറയാം. പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞാൽ മതി. യേ മേങ്ങ ഹേ. യേ മേങ്ങ ഹേ. അപ്പോൾ ചോദിക്കുക എന്താ യേ മേങ്ങ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വില കൂടിയതാണെന്നാണ്. ഇനി അടുത്താണ് ഇത്, അല്ലെങ്കിൽ ഇതിന് വില കുറവാണെന്ന് പറയണം. ഇതിന് വില കുറവാണ് എന്ന് പറയാം. യേ സസ്താ ഹേ. യേ സസ്താ ഹേ. യേ സസ്താ ഹേ. യേ ഹേ എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്ന് പറയും. യേ സസ്താ ഹേ. പെട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ പറയാം. പെട്ടെന്ന് പറയുമ്പോൾ യേ സസ്താ ഹേ. യേ മേങ്ങ ഹേ. യേ സസ്താ ഹേ. യേ മേങ്ങ ഹേ. യേ സസ്താ ഹേ. ഇനി അടുത്തതാണ് എനിക്ക് സുഖമില്ല. എനിക്ക് സുഖമില്ല എന്ന് പറയാം. വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം. മേ ഠീക്ക് നീ ഹൂ. മേ ഠീക്ക് നീ ഹൂ. भाई साहब मैं ठीक नहीं हूँ. भैया मैं ठीक नहीं हूँ. मैं ठीक नहीं हूँ. मैं ठीक नहीं हूँ. ഇനി അടുത്താണ് നിങ്ങൾ ഇങ്ങനെ കണക്ക് കൂട്ടിയ ബില്ല് നിങ്ങൾ ചെക്ക് ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾ പറയാണ് ഇത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് പറയാം. ये सही नहीं है. ये सही नहीं है. भाई साहब ये सही नहीं है. अरे भैया ये सही नहीं है. ये सही नहीं है. ഇത് ശരിയല്ല. ഇനി ഇത് തെറ്റാണെന്ന് പറയണം. ഇത് തെറ്റാണ് എന്ന് പറയാം. ये गलत है. ये गलत है. भैया ये गलत है. ये गलत है. गलत. ये गलत है. അതങ്ങനെ ഒരുപാട് പറയുമ്പോൾ ശരിയാവും. ഇങ്ങനെ പെട്ടെന്ന് പറയാം. ഒരുപാട് പറയണം, ഇങ്ങനെ പറയണം. ഇത് ഈ വീട് ഇതിൻ്റെ അടുത്ത് പറയണം ഇത് കേടാണ് പറയണം. ഇത് കേടാണ് എന്ന് പറയാം. ഇത് കേടാണ്. ये खराब है. ये खराब है. ये खराब है. खराब കേടാണ് പറയണം. ये खराब है. ഇത് കേടാണ്. ഇനി നമുക്കിത് പറയണം. ഇത് ശരിയാക്കൂ എന്ന് പറയണം. ഇത് കേടല്ലേ? ये खराब है. ഇനി ഇത് ശരിയാക്കൂ എന്ന് പറയണം. പറയാം इसको ठीक कर दो. इसको ठीक कर दो അല്ലെങ്കിൽ इसको ठीक करो. इसको ठीक करो അല്ലെങ്കിൽ इसको ठीक कर दो. भाई साहब ये खराब है. इसको ठीक कर दो. भैया ये खराब है. इसको ठीक करो. इसको ठीक करो. നിങ്ങൾ മൊബൈലൊക്കെ കൊണ്ടു കൊടുക്കുമ്പോൾ എന്താ പറയുക? മൊബൈലിൽ പിന്നെ മലയാളികളാണല്ലോ, എന്നാലും പറയാം വെറുതെ ഹിന്ദിയിൽ. എന്താ പറയുക? भैया ये खराब है. इसको ठीक करो. ये खराब है. इसको ठीक करो. ठीक करो അല്ലെങ്കിൽ ठीक कर दो. ഇനി അടുത്താണ്
നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ ഒരു ബോക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് എന്നിട്ട് പറയാണ് ഇതിലൊന്നുമില്ല, ഇതിൽ ഒന്നുമില്ല എന്ന് പറയണം. ഇതിൽ ഒന്നുമില്ല. ഇസ്മെ കുച്ച് നഹീ ഹൈ, ഇസ്മെ കുച്ച് നഹീ ഹൈ, ഇസ്മെ കുച്ച് നഹീ ഹൈ, ഇസ്മെ കുച്ച് നഹീ ഹൈ. വീട്ടിൽ പറയാം, ഹസ്ബൻഡിനോട് പറയാം, ഹസ്ബൻഡ് വരുമ്പോൾ പറയാം, ഇവിടുത്തോട് അത് പറയാം, ഇസ്മെ കുച്ച് നഹീ ഹൈ, ഇസ്മെ കുച്ച് നഹീ ഹൈ, ഇതിലൊന്നുമില്ല, ഇതിൽ ഒന്നുമില്ല. അങ്ങനെ പറയണ്ട, ജിസന്ത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇസ്മെ കുച്ച് നഹീ ഹൈ, ഇതിലൊന്നുമില്ല, ഇസ്മെ കുച്ച് നഹീ ഹൈ. ഇനി അടുത്താണ് ഞാൻ ലീവിലാണെന്ന് പറയണം. ഞാൻ ലീവിലാണ്. ഹലോ എടാ നീ എവിടെ കാണുന്നില്ല? ആ ഞാനിന്ന് ജോലിക്ക് പോയിട്ടില്ല. എന്താ ഞാനിന്ന് ലീവിലാണെന്ന് പറയാം. മേ ചുട്ടി പേ ഹൂം, മേ ചുട്ടി പേ ഹൂം. ശരിക്കും ഇങ്ങനെ പറയാം, മേ ചുട്ടി പർ ഹൂം, ചുട്ടി പർ ഹൂം. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ പറൽ പേ എന്നാ പറയാം. മേ ചുട്ടി പേ ഹൂം, മേ ചുട്ടി പേ ഹൂം. ഇനി ഞാൻ ഡ്യൂട്ടിയിലാണെന്ന് പറയണം. ഞാൻ ഡ്യൂട്ടിയിലാണ്. അങ്ങനെ പറയാം, മേ ഡ്യൂട്ടി പേ ഹൂം, മേ ഡ്യൂട്ടി പേ ഹൂം, മേ ചുട്ടി പേ ഹൂം, മേ ഡ്യൂട്ടി പേ ഹൂം. അപ്പർ എന്നുള്ളത് പേക്ക് പറയാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് പഠിച്ച ഈ കംപ്ലീറ്റ് സെൻറ്റൻസുകളും നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യാം. അതൊരു ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആർക്കും പറയാം, ഒരു കുഴപ്പമില്ല, സിമ്പിളായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് മുതൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വരുമ്പോൾ ജസ്റ്റ് പറയാം. നമുക്കൊക്കെ മടിയല്ലേ, ചമ്മലാണ്, ചമ്മലൊക്കെ ഒഴിവാക്കണം. ഞാനൊക്കെ ഒരു ഷോപ്പിൽ പോവുകയാണെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിലും ഞാനൊക്കെ വെറുതെ പറയും, പറയും. ഞാൻ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു 2-3 സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഒന്നുകിൽ ഞാൻ ഇംഗ്ലീഷ് പറയും, അല്ലാന്നുണ്ടെങ്കിൽ ഹിന്ദി ആയിരിക്കും, മലയാളം പറയില്ല. അപ്പോൾ എന്നെ കാണുമ്പോൾ തന്നെ ബംഗാളി വരുന്നുണ്ട് എന്നറിയാം. അപ്പോൾ തുടങ്ങും, ആയിക്കോട്ടെ എന്ത് പറഞ്ഞോട്ടെ, നാട്ടുകാർ എന്ത് പറഞ്ഞോട്ടെ, നമ്മൾ നമ്മുടെ ലാംഗ്വേജ് മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മൾ സംസാരിക്കണം. അല്ലാതെ മടിച്ചിങ്ങനെ നിൽക്കരുത്. ലാംഗ്വേജ് നമ്മളിലേക്ക് വരും എന്ന് വിചാരിച്ച് നിൽക്കരുത്. അതൊരിക്കലും സംഭവിക്കില്ല. നമ്മൾ തന്നെ ഇറങ്ങണം അതിലേക്ക്. നമ്മൾ ഇറങ്ങി ഒരു ചമ്മലും കൂടാതെ പറയണമെന്നുണ്ട്. ആണ് പറയാ. നമ്മൾ എത്ര തവണ പറയാറുണ്ട്, എനിക്കറിയില്ല അല്ലേ, എനിക്കറിയും, എനിക്കറിയില്ല പറഞ്ഞൂടെ. മുझे पता है, मुझे नहीं पता, मैं रास्ते में हूँ, ये खराब है भैया, इसको ठीक करो. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സെൻറ്റൻസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ठीक है, ठीक है, ठीक है, हाँ ठीक है. आपको बहुत बहुत धन्यवाद.